കൂട്ടുകാരെ നമസ്കാരം. ഞാനേ NH66 പോണ വഴിയാണ്, പട്ടാമ്പി ഭാഗം. ഞാനിവിടെ എത്തിയപ്പോൾ ഒരു വെളിപ്പറമ്പ്, ആരും കാണാനൊന്നുമില്ല. ഇതിന് മുമ്പ് ഒരു 5 മിനിറ്റ് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായുള്ളൂ. ഞങ്ങളെ പിടിച്ച് ചീത്ത പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ വരെ തന്നെ സംഭവം വരെ എത്തി. പക്ഷേ കഷ്ടിച്ച് രക്ഷപ്പെട്ട് പോന്നു. എന്നിരുന്നാലും ഈ മാങ്ങ കണ്ടപ്പോൾ കയറാതിരിക്കാൻ വയ്യ. അപ്പോൾ കയറുകയാണ്. ഈ പറമ്പിൻ്റെ ഉള്ളിൽ ഈ നിൽക്കുന്നത് ഒരു സ്പെഷ്യൽ ആശാനാണ്. കാഴ്ചയിൽ സിന്ദൂരമാവ് പോലെയൊക്കെ ഉണ്ട്, പക്ഷേ സിന്ദൂരമല്ല. ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇത് ഷേപ്പ്ലെസ്സിലാണ് വന്നിരിക്കുന്നത്. ഷേപ്പുള്ള മാങ്ങകളുടെ വീഡിയോ വേറെ കാണിച്ചു തരാം. ഇത് പഴുത്തിട്ടുണ്ടോയെന്ന് അറിയില്ല, നമുക്കൊന്ന് മുറിച്ചൊക്കെ നോക്കാം. അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് നമുക്കൊന്ന് മാവ് ഒന്ന് പോയിട്ട് കാണാം കേട്ടോ. ഇതാണ് മാവിൻ്റെ ഭംഗി, നിങ്ങളൊന്ന് കണ്ടു നോക്കുക, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അങ്ങനെ മാവ് കണ്ടല്ലോ. ഇനി നമുക്ക് ഇവനൊന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ച് നോക്കാം. കത്തി എടുത്തിട്ടില്ല, പക്ഷേ കട്ടർ നമ്മുടെ കയ്യിലുണ്ട്. ആ കട്ടർ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മുറിക്കാം കേട്ടോ. നമ്മൾ മുറിച്ചിട്ടുണ്ട്, കട്ടർ എടുത്തിട്ട് മുറിച്ചത്. അപ്പോൾ ശരിക്കും മുറിഞ്ഞ് പോന്നിട്ടില്ല. അപ്പോൾ ഞരമ്പ് പോലത്തെ ഒരു സംഭവമാണ് കാണുന്നത്, നാരാണ് കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കുന്നുണ്ട്, ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് അറിയണ്ടേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞരമ്പ് പോലത്തെ നാര് പോലെയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് കട്ടർ കൊണ്ട് മുറിച്ച കാരണം തോന്നുന്നു. അത് കറക്റ്റായിട്ട് മുറിച്ച് വന്നിട്ടില്ല. പിന്നെ അത് കറക്റ്റ് മൂത്ത മാങ്ങയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതൊരു വ്യത്യസ്ത ഇനം തന്നെയാണ്. സിന്ദൂരോ അൽഫോൺസോ ഒന്നല്ല, നല്ല നൂറുണ്ട് മാങ്ങി. അതാണ് വേറൊരു സംഭവം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് എൻ്റെ ബ്രിക്സ് മീറ്റർ കൊണ്ടുവന്നിട്ട് നമുക്ക് ജസ്റ്റ് നടന്ന് നോക്കാം, മധുരം എന്തോരം ഉണ്ടെന്ന് നടന്ന് നോക്കാം. ഇത് കറക്റ്റ് മൂത്തിട്ടൊന്നുമില്ല, നമുക്ക് വീണ് കിട്ടിയതാണ്. ഇതിൻ്റെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഇതിൻ്റെ ഒരു ഭാഗം ഉണ്ട്, അതിനെ വാടി വീണതാണ്. അപ്പോൾ നമുക്കൊന്ന് മുറിച്ചല്ല, നമുക്ക് ബ്രിക്സിലൊന്ന് നടന്ന് നോക്കാം, മധുരം നടന്ന് നോക്കാം എന്തോരം വരുന്നുണ്ടെന്നുള്ളത്. മാങ്ങയ്ക്ക് നമ്മളുടെ നീലം മാങ്ങര അല്ലെങ്കിൽ നീലത്തിൻ്റെ പോലത്തെ ഒരു സ്മെല്ലാണ് വരുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് നോക്കാം, ബ്രിക്സിൽ നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ മധുരം അളക്കാൻ പോവുകയാണ്. ബ്രിക്സ് മീറ്റർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതിലേക്കൊന്ന് ഇതിൻ്റെ കുറച്ച് ഡ്രോപ്സ് നമുക്കൊന്ന് ഒഴിച്ച് നോക്കാം. .5 കാണിക്കുന്നത്. 17.5 എന്ന് പറയുന്നത് ഇത് മൂക്കാത്ത മാങ്ങയാണ്. ഇത് മൂത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രിക്സ് തീർച്ചയായിട്ടും 20 മുകളിൽ പോവും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ മാവിനെ നമുക്ക് സംരക്ഷിച്ചെടുക്കണം. നമുക്ക് നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ. നമ്മളിതിൻ്റെ കമ്പൊക്കെ കുറച്ച് എടുക്കാൻ പോകണം, വളരെ കുറച്ച്, അതായത് അധികം എടുക്കാനില്ല. നമുക്ക് മഴക്കാലത്ത് വന്ന് സ്ഥലം സ്പോട്ട് ചെയ്ത് വന്ന് മഴക്കാലത്ത് വന്ന് വീണ്ടും എടുക്കാം. ഇതിൻ്റെ ഓണറും തപ്പി പിടിക്കണം, ഓണറൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ ഇവിടെ നമുക്ക് കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യാൻ പേടിയാണ്. കാരണം ഒരു അരമണിക്കൂർ മുമ്പ് ഞങ്ങൾക്ക് നല്ലൊരു എട്ടിൻ്റെ പണി കിട്ടിയുള്ളൂ. ഞാനും വേറെ ചേട്ടനും കൂടി ഉണ്ട്, രാജൻ എന്ന് പറഞ്ഞ ചേട്ടൻ ഉണ്ട് എൻ്റെ കൂടെ. 2 പേരും കൂടി വന്നത്. പക്ഷേ ഞങ്ങൾക്ക് 2 പേർക്ക് 8ൻ്റെ പണി കിട്ടി. അപ്പോൾ ആൾക്കും ഒരു എക്സ്പീരിയൻസ് ആയി എന്താണ് മാവേട്ട എന്നുള്ളത്. വെറും സുഖമായിട്ടുള്ള സംഭവമല്ല മാവേട്ട. ചില സ്ഥലങ്ങളിൽ നിന്ന് നല്ല സ്വീകരണം കിട്ടും, ചില സ്ഥലങ്ങളിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള സ്വീകരണം കിട്ടും. അപ്പോൾ അതൊക്കെയാണ് മാവേട്ട. അപ്പോൾ നമുക്ക് ഈ മാവിനെ നമുക്കൊന്ന് പിടിച്ചു വയ്ക്കാം. എന്നിട്ട് മഴക്കാലം വരുമ്പോൾ വീണ്ടും വന്ന് കമ്പെടുത്ത് നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ നിർത്തുകയാണ്. ബാക്കിയുള്ള കാര്യം നമുക്ക് പിന്നീട് ഒന്ന് ചെയ്യാം.